ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യേശു ധാരാളം ഉപമകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ 10ലധികം ഉപമകൾ ധനത്തെ ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. അന്നും ഇന്നുമെല്ലാം ഭൂരിഭാഗം മനുഷ്യരും ധനത്തെ സ്നേഹിക്കുന്നവരും ആശ്രയിക്കുന്നവരുമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കും സന്തോഷങ്ങൾക്കുമെല്ലാം പണം ഉപയോഗിക്കേണ്ടതിനാലായിരിക്കും അത്. പണം പലരുടെയും യജമാനനാണ്. എന്നാൽ അതേസമയം അവർ പറയും ദൈവവും അവരുടെ യജമാനൻ തന്നെയാണെന്ന്. രണ്ടിനും ഒരു തുല്യത. പണമില്ലാത്ത കാര്യങ്ങൾ നടക്കില്ലല്ലോ. അതിനാൽ നിഗൂഢമായി അതിനെ യജമാനായി കാണുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷം 6:24 എന്ത് പറയുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും ധനത്തെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇതിൽ നിന്നും 2 കൂട്ടരെയും ഒരു സ്ഥാനത്ത് വയ്ക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായല്ലോ. ഇനി ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞ യേശുവിൻ്റെ ജീവിതത്തിൽ പണത്തോടുള്ള സമീപനം എന്തായിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി, അപ്പത്തെയും മത്സ്യത്തെയും ഇരട്ടിപ്പിച്ചു. എന്നാൽ നാണയങ്ങളെ ഇരട്ടിയാക്കാൻ യേശു തുനിഞ്ഞില്ല. യേശു പറഞ്ഞു, യേശു പണം കൊണ്ട് നടന്നിട്ടില്ല. തെളിവുണ്ട്. മത്തായി 22:15-21 വരെ വായിക്കുക. പരീശന്മാർ കൈസറിന് കരം കൊടുക്കണോ വേണ്ടയോ എന്ന് ചോദിച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കാൻ തീരുമാനിച്ചു. യേശുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ യേശു കരം കൊടുക്കാനുള്ള നാണയം കൊണ്ടുവരാൻ പറയുന്നു. ആ നാണയത്തിലെ മേലെഴുത്ത് നോക്കി കൈസറിനുള്ളത് കൈസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാനാണ് യേശു പറയുന്നത്. യേശുവിൻ്റെ കയ്യിൽ നാണയമുണ്ടെങ്കിൽ അതെടുക്കുകയല്ലേ ഉള്ളൂ. മറ്റൊരു തെളിവ് മത്തായി 17:24 മുതൽ 27 വരെയുള്ള ഭാഗങ്ങൾ കേൾക്കും. അവർ കഫർനഹൂമിൽ എത്തിയാറെ പണം, അതായത് നികുതി വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ് എന്ന് അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യന്മാരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യന്മാരോട് എന്നവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും. അതെടുത്ത് എനിക്ക് നിനക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. ഈ ഭാഗം വായിക്കുമ്പോൾ നികുതി പിരിവിൽ എന്തൊക്കെയോ അപാകതകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും ഇടർച്ച വരുത്താതിരിക്കാൻ പണം കൊടുക്കുന്നു, പക്ഷെ കയ്യിലില്ല. അതുകൊണ്ടല്ലേ മീനിൻ്റെ വായിൽ നിന്ന് കിട്ടുന്നത് കൊടുക്കാൻ പറയുന്നത്. പിന്നെ എങ്ങനെ അവർ ജീവിച്ചിരുന്നിരിക്കും? അതിന് മറുപടിയുണ്ട്. ലൂക്ക 8:2-3 യേശുവിനോടുകൂടെ സുവിശേഷ പ്രഘോഷണത്തിൽ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന സ്ത്രീകളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയോ അവരെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സഹായമെല്ലാം സൂക്ഷിക്കാൻ ഒരു ഖജാൻജി ഉണ്ടായിരുന്നു, യൂദാസ്കറിയോത്ത. ആ പണം എന്തിനാണ് ഉപയോഗിച്ചിരുന്നതെന്ന് യോഹന്നാൻ 13:29 വായിച്ചാൽ മനസ്സിലാകും. കേൾക്കൂ. പണസഞ്ചി യൂദായുടെ പക്കലാകയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നുവെന്ന് ചിലർക്ക് തോന്നി. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് നീ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് തോന്നിയതാണ് നാം വായിച്ചത്. അപ്പോൾ ആ പണം ഉപയോഗിച്ച് ചെയ്യാറുണ്ടായിരുന്ന കാര്യങ്ങളാണ് മേൽപ്പറഞ്ഞത്. യേശു ആ പണമെല്ലാം സ്വരൂപിച്ച് ഒരു വീടോ ആലയമോ പണിതില്ല. മത്തായി 8:19-20 ഒരു ശാസ്ത്രി വന്ന് യേശുവിനെ അനുഗമിക്കണമെന്ന് പറയുമ്പോൾ യേശു പറയുന്നത്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു എന്നാണ്. ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ച ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവർ ആ നാമമെടുത്ത് പണം പിരിച്ച് ധൂർത്തടിച്ച് വലിയ വലിയ ആലയങ്ങളും മന്ദിരങ്ങളും പണിയുമ്പോൾ യഥാർത്ഥ യേശുവിൻ്റെ ജീവിതത്തെ ഒന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, യേശു പുനരുത്ഥാനത്തിലൂടെ നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തെ പണിതു. ശിഷ്യന്മാർ ജീവനുള്ള കല്ലുകളാൽ യേശു മൂലക്കല്ലായുള്ള സഭയും പണിതു. പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ നമ്മുടെ ഇന്നത്തെ ഈ പ്രവർത്തികൾ? ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.